സത്യമാണോ ലച്ചു നീ പറയുന്നത്? അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മടിയിൽ കിടന്നു രാഹുലിനെ പറ്റി ലക്ഷ്മി പറഞ്ഞത് കേട്ട കാര്യങ്ങൾ ഞെട്ടലിൽ അതിലുപരി ദേഷ്യത്തിലാണ് അമ്മു കേട്ടത്. നിനക്ക് വിശ്വാസമായില്ല, ഞാൻ കള്ളം പറയുകയാണെന്നാണോ നീ കരുതുന്നത്? ഇപ്പം നിന്റെ കണ്ണിലുള്ളതൊരു സഹോദരിയുടെ വിശ്വാസമാണ്, അവൻ തെറ്റ് ചെയ്യില്ല എന്നത്. പക്ഷേ ഓരോ നിമിഷവും അവൻ എന്നോട് ചെയ്തിരുന്നത് എന്താണ് പേര് വിളിക്കേണ്ടത്? ചതിയെന്നോ വിശ്വാസവഞ്ചന എന്നോ എനിക്കറിയില്ല. നിന്നോടിതൊക്കെ ആരാ പറഞ്ഞത്? അഭിയേട്ടനാണോ? നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അമ്മു ചോദിച്ചു. അറിയാമായിരുന്നു, പക്ഷേ ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല എന്ന് കരുതിയാവും. അവൻ പോവാൻ പറ. അപ്പു പറഞ്ഞതുപോലെ ഒന്നുമല്ല നീ. നീയാണ് ശരി, നീ മാത്രം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി. അല്ല, അത് കെട്ടിയ ആ മനുഷ്യൻ. എനിക്കറിയാം നീ അഭിയേട്ടനെ പോലെ ഒരാളെ ഒന്ന് ഭർത്താവായി ആഗ്രഹിച്ചു കാണില്ല. കൂടുതലൊന്നും അദ്ദേഹത്തെ പറ്റി അറിയില്ല. എങ്ങനെ അദ്ദേഹം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്താടി എനിക്കൊരു കുറവ്? നിന്റെ അഭിയേട്ടൻ്റെ ഒപ്പം നിൽക്കാനുള്ള സൗന്ദര്യം എനിക്കില്ലേ? അതൊക്കെയുണ്ട്. നീ ഒരു സുന്ദരിയല്ലേ? നീ പാവം, അതിനെയും തല്ലിക്കോ? അഭിയേട്ടന് ഞാനോ? ഇല്ല. ആരോടാ നീ നുണ പറയുന്നത്? എനിക്കറിയില്ല നിന്നെ. അത് അറിയാതെ പറ്റിപ്പോയതാ, ദേഷ്യത്തിൽ. പാവം, ഇതിലും വലുതെന്തോ ആ മനുഷ്യന് വരാനിരുന്നതാണ്. ഞാനെന്താ വല്ല ഭൂതവുമാണോ ആ മനുഷ്യന് ഇതിലും വലുത് വരാൻ? പിന്നെ നീ ഒരു വടയക്ഷിയല്ലേ? അമ്മു, ഞാൻ പിണങ്ങി നിന്നോട്. സോറി, നീ പിണങ്ങാതെ. ചേച്ചി. ആമിയുടെ വിളി കേട്ട് ലക്ഷ്മി എണീറ്റു. എന്താ ആമി? നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? അഭിയേട്ടനില്ലാതെ, അതും ചോദിക്കാതെ എങ്ങനെ പോകും? അതിനെന്താ, ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് പോവാം. എങ്കിൽ പോവാം അല്ലേ അമ്മു? ശരി, എങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് ഇട്ട് വരാം. പക്ഷേ ആമി, എവിടെ പോവാനാണ്? അമ്മ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ. ഡാഡിയും മോനും ഷോപ്പില്ല. ഞാനിന്ന് പൊളിക്കും. ചേച്ചി വേഗം വാ, അഭിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ശരി അമ്മു, ഡ്രസ്സ് ചെയ്തോ? അഭി. അത്ര പരിചിതമില്ലാത്ത കൈകൊണ്ട് തലയിലെ തലോടിൽ അഭി കണ്ണു തുറന്നു. തൊട്ടു മുന്നിലെ ആളെ കണ്ടതും അവൻ ബെഡിൽ നിന്ന് എണീറ്റു. എന്താ ഡാഡി? ഉറക്കായിരുന്നോ അതോ സുഖമില്ലേ? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കിടന്നു. മോള്? അവരൊന്ന് പുറത്തേക്ക് ഷോപ്പിങ്ങിന്. ഡാഡി, അമ്മു, ആ കുട്ടിയെ ഞാൻ ഇങ്ങോട്ട്. ആ, രാജി പറഞ്ഞത് നല്ലതല്ലേ? ഇവിടെ ആവുമ്പോൾ ആമിയും മോളും ഉണ്ടല്ലോ. ഞാൻ ചോദിക്കാഞ്ഞത് തീരുമാനം കൺഫേം ആയിരുന്നില്ല, അതാ ഞാൻ. അതിനെന്താ, നിന്റെ തീരുമാനങ്ങളെല്ലാം ശരിയാവും. ചില തീരുമാനങ്ങൾ നീ എടുത്താൽ മാത്രം ശരിയാവുന്നതുണ്ട്. ഡാഡി വെറുതെ. അല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഫ്രീ ആണോ? ആ അതെ. എങ്കിൽ വാ, ബാൽക്കണിയിൽ നിൽക്കാം. എന്താ ഡാഡി? നീ ഇപ്പോൾ ഗാർമെൻസിൻ്റെ പൂട്ടിക്കിടക്കുന്ന ഗോഡൗണിൽ പോവാറില്ല? അത് ഇല്ല. പോണോ? തൻ്റെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞ അബിയെ ഗിരിധർ വാത്സല്യത്തിൽ നോക്കി. അബി, അച്ഛനൊരു കാര്യം പറയട്ടെ. എന്താണെന്നറിയാൻ അബി മുഖം ഉയർത്തി. സത്യം ജയിക്കാൻ, അതും നിന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ പ്രതികാരം നല്ലതാണ്. പക്ഷേ അത് നിന്റെ ജീവിതം ഇരുട്ടിലാക്കി ആവരുത്. പെട്ടെന്നുള്ള അയാളുടെ പറച്ചിൽ അബിയൊന്ന് ഞെട്ടി. തൻ്റെ കള്ളം കണ്ടുപിടിച്ച കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ തൻ്റെ തല താഴ്ത്തി. അബി, ഇങ്ങോട്ട് നോക്ക്. തെറ്റ് ചെയ്തവരാണ് തല താഴ്ത്തി നിൽക്കുന്നത്. നീ ചെയ്തത് ശരിയാണ്, ശരി മാത്രം. കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എന്നെ പോലുള്ള എല്ലാ അച്ഛന്മാരും ഇവരെ ഇങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്നുണ്ട് അബി, നിന്റെ ദേഷ്യവും പകയും ശക്തിയും അവരിൽ തീർക്കുമ്പോൾ ഒരു കാര്യം നീ മറക്കരുത്. അവരിൽ ഒരാൾ മരിച്ച നീ നിയമത്തിൻ്റെ മുന്നിൽ കൊലയാളിയാണ്. നിയമം? എന്ത് നിയമം? എനിക്കൊരു നിയമത്തിലും വിശ്വാസമില്ല. ഒരു കോടതിയെയും. ഒരു പെൺകുട്ടിക്ക് ഒരു ദുരവസ്ഥ വന്ന ലോകത്തിനു മുന്നിൽ അവൾ ഇര. എന്നാൽ വേട്ടക്കാരെ പേരിന് ഒരു ശിക്ഷയും വാങ്ങി സമൂഹത്തിൽ ഇറങ്ങി വീണ്ടും ഇരപിടിക്കും. അവരുടെ നിയമം ഞാനാണ്, എൻ്റെയാണ് വിധി. ഡാഡി ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറും 15 വയസ്സ്, അതൊരു ജീവിതം അവസാനിക്കാനുള്ള പ്രായമാണോ? ഞാൻ അവനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, സ്ത്രീ ആരായെന്ന്, എന്തായെന്ന്. ആ ഗോഡൗണിൽ നിന്ന് ജീവനോടെ വെളിയിൽ വന്ന അവർ ഏറ്റവും പേടിക്കുക, ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വാക്ക് സ്ത്രീയാവും. അവർ അങ്ങനെയായി എന്ന് എനിക്ക് തോന്നുന്ന അന്നേ അവർ പുറം ലോകം കാണൂ. ദേഷ്യം കൊണ്ട് ചുരുട്ടിപ്പിടിച്ച തൻ്റെ മകൻ്റെ കൈയെടുത്ത് ഗിരിധർ പറഞ്ഞു. അബി, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിനക്ക് അങ്ങനെയല്ല. നീ ഇപ്പോൾ ഒരു ഭർത്താവാണ്.
നിന്നെ ഒരാളെ ആശ്രയിച്ചാണ് ലക്ഷ്മിയുടെ ഇനിയുള്ള ജീവിതം. അത് നീ മറക്കരുത്. പിന്നെ രാജിയും മാമിയുടെ അവസ്ഥ നിനക്ക് പറയാതെ അറിയാം. പിന്നെ ഞാൻ നിന്റെ ജീവിതം പോയാൽ പിന്നെ ഞാനില്ല അബി. നീ എങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അഭിറാം വർമ്മയില്ലെങ്കിൽ ഗിരിധർ വർമ്മയില്ല എന്ന്. നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണം ചെയ്യുന്നവനാണ് പുത്രൻ. ഞാനെന്ന അച്ഛന് നീ തരുന്ന മാർക്ക് വട്ടപൂജ്യമായിരിക്കും. പക്ഷേ നീ എന്ന മകൻ 100% വിജയമാണ്. ഒരു കൊല്ലൻ തൻ്റെ ആലയിൽ കിട്ടിയ ഒരു ചെറിയ ഇരുമ്പ് അതിനെ തല്ലി തല്ലി അവനെ ഇഷ്ടമുള്ള ആയുധമാക്കും. പക്ഷേ ചുറ്റുമുള്ളവർ ആ ഇരുമ്പിനെ ഓർത്ത് ദുഃഖിക്കും. പക്ഷേ ആരും തല്ലുന്ന കൊല്ലൻ്റെ കൈവേദനയെ പറ്റി പറയില്ല. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. നിന്റെ പ്രായത്തിൽ ഞാൻ ബിസിനസ് തുടങ്ങി. പക്ഷേ പടക്കം പോലെ ഇത്രയും നന്നായി പൊട്ടില്ല. പിന്നെ രാജി, സ്നേഹിച്ച പെണ്ണിനെ കിട്ടില്ല എന്ന വേദന. പെണ്ണാലോചിച്ച് ചെല്ലാൻ അച്ഛന് പേടിയായിരുന്നു. ജോലിയിൽ പച്ചപിടിക്കാൻ പാടുള്ള മോനു വേണ്ടി. പക്ഷെ അവൾ ഒപ്പം നിന്നു. ആകെയുള്ള സമ്പാദ്യം ഒരു വശത്ത്, കൈപിടിച്ച പെണ്ണും മറുവശത്ത് എനിക്ക് വേണ്ടി ചാവുന്ന മഹാദേവനെന്ന ആത്മാർത്ഥ സുഹൃത്തും. എൻ്റെ മകനെ കയ്യിൽ വാങ്ങുമ്പോൾ തൊട്ട് വാശിയായിരുന്നു ഗിരിധരന്. ബിസിനസ് പറ്റില്ല എന്ന് കളിയാക്കി പറഞ്ഞവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ പിന്നീട് നിന്റെ വളർച്ച ഏറ്റവും ബെസ്റ്റ് തന്നു. നിന്നെ വളർത്തി സ്വപ്നമൊന്ന് മാത്രം ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ബിസിനസ് തലപ്പത്ത് നീ ഇരിക്കുന്നത്. ഈ നിമിഷം ഞാൻ എന്ന അച്ഛൻ വിജയിയാണ്. ഞാൻ ബിസിനസ് തുടങ്ങിയ എൻ്റെ പ്രായത്തിൽ എൻ്റെ മോൻ ബിസിനസ് സാമ്രാജ്യത്തിലെ യുവരാജാവ് അല്ല, രാജാവ് തന്നെയാണ്. ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിൽ നീ അത് തകർക്കരുത്. നിന്നെ കൊണ്ട് എല്ലാം നീ ചെയ്തു. അവരുടെ വിധി തീരുമാനിക്കേണ്ടത് നീയല്ല. ഈ കയ്യിൽ വിലങ്ങ് വീണ പിന്നെ എൻ്റെ മരണമാണ്. ഇത് ആജ്ഞയല്ല, അപേക്ഷയാണ്. നിറകണ്ണുകളുമായി ഗിരിധർ പറയുമ്പോൾ അബിയുടെ അവസ്ഥയും അറിച്ചായിരുന്നില്ല. ഡാഡി, ഞാൻ അവരെ വിടാൻ പറയുന്നില്ല. ഇനിയും നീ തല്ലി അവർ ചത്തുപോകും. അതാ അവസ്ഥ. സ്റ്റോക്ക് വന്നപ്പോൾ ബാലൻസ് വന്നത് വയ്ക്കാൻ പുതിയതിൽ പ്ലേസ് ഇല്ല. ഒന്ന് നോക്കാൻ പോയതാ, കൂടെ ദേവനും. എന്തൊക്കെയാണ് അബി നിന്റെ ടൂൾസ്? ഇതൊക്കെ എവിടുന്നാ? അത് ഡാഡി, സക്കറിയ. എന്തായാലും കൊള്ളാം. ഇനി സഞ്ജുവിനെ ഒന്നും പറയണ്ട. ദേവൻ ചോദിച്ചപ്പോൾ അവൻ അറിയാതെ പറഞ്ഞു പോയതാ. തെണ്ടി. എന്താ? അത് സഞ്ജുവിനെ പറഞ്ഞതാ. മോള് പറഞ്ഞു പിന്നെയും പാടാൻ പ്ലാൻ ഉണ്ടെന്ന്. എനിക്കറിയാം നിന്റെ സ്വപ്നം അതായിരുന്നു എന്ന്. നീ അന്ന് നിന്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോയിരുന്നുവെങ്കിൽ ഡാഡി വീണ്ടും 0 ആയനെ. ഇപ്പോഴും നിന്റെ സ്വപ്നം നിന്റെ കയ്യിലുണ്ട്. ഇപ്പം നീ സ്വതന്ത്രനാണ്. ഇനി ട്രൈ ചെയ്തൂടെ? പച്ച പിടിച്ചില്ല എങ്കിൽ വേണ്ടടാ. അപ്പോഴും നിന്റെ കയ്യിൽ ബിസിനസ് ഉണ്ടാവും. നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ എൻ്റെ മോൻ അച്ഛനെ പോലെ. പറഞ്ഞു മുഴുമിപ്പിക്കാതെ ഗിരിധർ നിർത്തി. വീണ്ടും നീയാണ് ശരിയെന്ന് നിന്റെ ഭാര്യയിലൂടെ നീ തെളിയിച്ചു. പേര് കൊണ്ടും രൂപം കൊണ്ടും അവൾ ലക്ഷ്മിയാണ്. മോള് വന്നേ പിന്നെ ആകെ മൊത്തം ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. തൊണ്ടവേദന മാറിയാലുടൻ പാടാൻ ട്രൈ ചെയ്യണം. തൊണ്ടവേദന ആർക്ക്? നിനക്കൊരു മാസം കൊണ്ട് സൗണ്ട് ശരിയാവും. അപ്പോൾ പാടാൻ തുടങ്ങുമെന്ന മോള് രാവിലെ പറഞ്ഞത്. 1 മാസമോ? ഞാൻ സമ്മതിക്കില്ല. എന്ത് സമ്മതിക്കില്ലെന്ന്? എന്താ അബി നീ പറയുന്നത്? തൊണ്ടവേദന മാറുന്ന കാര്യം പറഞ്ഞതാ. എങ്കിൽ കിടന്നു, ഞാൻ പോട്ടെ. തൻ്റെ കവിളത്ത് തട്ടി നടന്നു പോയ ഗിരിധരനെ ആദ്യമായി കാണുന്ന പോലെ അബി നോക്കി. സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ രാഹുൽ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും തുറന്നതും അവൻ്റെ വായിൽ നിന്നും ആ പേര് വീണു. അമ്മു. അവൻ്റെ ഒപ്പം കാറിലുണ്ടായിരുന്ന സൂര്യ അത് കേട്ട് തിരിഞ്ഞു നോക്കി. ആരാ രാഹുൽ? അത് സൂര്യ, ലക്ഷ്മിയുടെ കൂടെ അമ്മു. ഇപ്പം കാറിൽ ഞാൻ കണ്ടു. അമ്മു? അതാര്? അബിയുടെ സിസ്റ്ററിൻ്റെ പേര് വേറെന്തോ ആണ്. ഞാൻ കണ്ടതാ, ഇത് അമ്മു തന്നെ. അവൻ വേഗം ഫോണെടുത്ത് ലക്ഷ്മിയെ വിളിച്ചു. കട്ടാക്കിയതല്ലാതെ അവൾ ഫോൺ എടുത്തില്ല. നാശം, ഒരാവശ്യത്തിന് വിളിച്ച ഇവളൊന്നും ഫോൺ എടുക്കില്ല. സൂര്യ, നിന്റെ കയ്യിൽ അഭിറാമിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട്, നിന്റെ ഫോണിൽ നിന്ന് വിളിക്ക്. എൻ്റെ നമ്പർ ബ്ലോക്കാണ്. വാട്സപ്പ് തൊട്ട് അവൻ്റെ ഫോണിൽ എന്തൊക്കെ ആപ്പിൽ ഞാൻ ബ്ലോക്കാണ് എന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ സ്പീക്കറിൽ ഇടണം അബിയുടെ സൗണ്ട് കേൾക്കാൻ. അയ്യോ, ഇടാം, ഒന്ന് തന്നു തുലയ്ക്ക്. ഹലോ അഭിറാം, ഞാൻ. ആ രാഹുൽ, എന്താ വിശേഷം വല്ലതും ഉണ്ടോ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ ഫ്രീ ആണോ? ഫ്രീ ആണ്, പക്ഷേ ഇന്ന് പറ്റില്ല. അഭിറാം പ്ലീസ്, എനിക്കൊരു അത്യാവശ്യം. എന്തൊക്കെയാണെങ്കിലും നിന്റെ സൗകര്യം നോക്കി എനിക്ക് വരാൻ പറ്റില്ല. വേണ്ട, അഭിറാം പറഞ്ഞു സ്ഥലവും സമയവും.
ബീച്ച് നാളെ ഉച്ച കഴിഞ്ഞ്. എന്നെ വിളിച്ചു വരുത്തി എനിക്ക് വല്ല പണിയും തരാനാണെങ്കിൽ നിനക്കും നിന്റെ കൂടെ ഇരിക്കുന്നവൾക്കും അതിലും വലിയ പണി ഞാൻ തരും. ഇല്ല, നിന്നോട് ഒരു കാര്യം ചോദിക്കണം, അത്രയേ ഉള്ളൂ. എങ്കിൽ ശരി, നാളെ കാണാം രാഹുൽ. എന്താവും രാഹുൽ ഇപ്പോൾ വിളിച്ചത്? ഇനിയൊരു പക്ഷേ അമ്മുവിനെ. ഫോൺ വെച്ചതും അഭി ചിന്തയിലാണ്ടു. രാഹുൽ, ഞാനൊരു കാര്യം പറയട്ടെ? അയ്യോ, നാളെൻ്റെ കൂടെ വരാമെന്നല്ലേ? വേണ്ട, നിന്നെ കണ്ടിട്ട് വേണം നിനക്കുള്ള തല്ല് എനിക്ക് കിട്ടാൻ. പിന്നെ ചുമ്മാ നിൽക്കുന്ന നിന്നെ തല്ലാൻ അഭിക്ക് വട്ടുണ്ടോ? അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രേമപിശാച് തുടങ്ങി. എൻ്റെ പൊന്നു സൂര്യ, എൻ്റെ ശത്രുവായ അഭിറാമിൻ്റെ കയ്യും കാലും പിടിച്ച് നാളെ ഞാൻ അവനെ കാണുന്നത് എനിക്കത്ര ആവശ്യമായി ഒന്ന് അവനിൽ നിന്ന് അറിയേണ്ടത് കൊണ്ടാ, അല്ലാതെ. എങ്കിൽ ഞാൻ കൂടെ അഭിയെ ഒന്ന് കാണാൻ. നീ വന്ന് കണ്ടോ, എനിക്കെന്ത്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു കുറുക്കൻ്റെ കഥ വായിച്ചിട്ടുണ്ട്. കിട്ടാത്ത മുന്തിരി മോഹിച്ച കുറുക്കൻ്റെ കഥ. അതേ അവസ്ഥയാണ് സൂര്യ നിൻ്റെ ഇപ്പോൾ. അല്ലടാ, മുന്തിരി കെട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്തും ചെയ്യാനൊരു മടിയുമില്ല. നീ കേട്ടിട്ടില്ല, പെണ്ണൊരുമ്പെട്ട ഭ്രമണം തടുക്കില്ല എന്ന്. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ നോക്കും. കാരണം ഈ ലോകത്ത് മറ്റാരേക്കാളും എന്തിനേക്കാളും ഞാൻ അവനെയാണ് സ്നേഹിക്കുന്നത്, അഭിയെ. നിനക്ക് ആ ലക്ഷ്മിയുടെ സ്വഭാവം അറിയില്ല. അവൾക്കൊരു സാധനം ഇഷ്ടമല്ല എങ്കിൽ അതെങ്ങനെ പോയാലും അവൾ നോക്കില്ല. പക്ഷേ ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് അവൾ കൊടുക്കില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? സൂര്യ, 1-2 വർഷമല്ല, ചെറുപ്രായത്തിൽ തൊട്ട് കാണുന്നതാണ് ഞാൻ അവളെ. ഈ 22-ാം വയസ്സിലും ലക്ഷ്മിയുടെ ചാബല്യങ്ങൾ എനിക്കറിയാം. കാരണം എന്നോട് മനസ്സ് തുറന്ന പോലെ അവൾ ഒരാളോട് മനസ്സ് തുറന്ന് കാണില്ല. നിനക്ക് കുറ്റബോധം ഉണ്ടോ രാഹുൽ? കുറ്റബോധം ഒരിക്കലുമില്ല. കാരണം ഓരോ നിമിഷവും അവളെ കാണുന്നതിന് മുന്നേ മനസ്സിന് പറഞ്ഞു കൊടുക്കുക അവളെ ശത്രു എന്നതായിരുന്നു. പിന്നെ പ്രണയമല്ല എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വികാരം. അത് നീ എനിക്കൊന്ന് താങ്ങിയതാ. 1-2 5 വർഷമായി അവനെ മോഹിച്ച് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒരിക്കൽ പോലും നോട്ടം കൊണ്ട് പോലും ആദ്യമൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചിരുന്നു. പിന്നെ എൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ തൊട്ട് ചിരി പോയിട്ടൊന്ന് നോക്കുക പോലുമില്ല. ലക്ഷ്മിയുടെ സ്നേഹം നീ അംഗീകരിക്കാഞ്ഞത് കൊണ്ട് നിനക്ക് സങ്കടമില്ലാതെ. അങ്ങനെയല്ലെങ്കിൽ എന്നേക്കാൾ ദയനീയമായേനെ നിന്റെ അവസ്ഥ. സൂര്യ പറഞ്ഞത് കേട്ടൊരു ഞെട്ടലിൽ രാഹുൽ ഇരുന്നു. സ്വന്തം ഷോപ്പായതുകൊണ്ട് എൻ്റെ ഭാഗ്യം. അല്ലായിരുന്നുവെങ്കിൽ നിൻ്റെയൊക്കെ ഷോപ്പിംഗ് ബില്ലടക്കാനേ ഞാൻ ലോൺ എടുക്കേണ്ടി വന്നേനെ. അഭിയുടെ പറച്ചിൽ കേട്ട് ലക്ഷ്മി അവനെ ദേഷ്യത്തിൽ നോക്കി. അഭിയേട്ട, നിങ്ങൾ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയെ അവൻ അടിമുടി നോക്കി. എന്തു കാണാൻ? ഈ കുർത്തി പിന്നെ ദുപ്പട്ട കൊണ്ട് ഒന്നും കാണുന്നില്ല. പക്ഷെ സാരി ആയിരുന്നുവെങ്കിൽ. ഒരു ചിരിയോടെ അഭി അത് പറഞ്ഞതും ലക്ഷ്മി അവനെ ഒന്നുകൂടെ ദേഷ്യത്തിൽ നോക്കി. ദേ മനുഷ്യ, നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വാങ്ങിയെന്ന് പറയുന്ന എന്തേലും എൻ്റെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണോ? ഞാൻ കരുതി കൗതുകം ഇത്തിരി കൂടുതലാണ്, സോറി. പിന്നെ നീ ഒന്നും വാങ്ങിയില്ല? ഇല്ല, ആമി തകർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഷോപ്പിൽ പോലും ഞാൻ കയറിയില്ല. അവർ 2 പോയത്. അതെന്താ, നിനക്ക് അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും DMDയുടെ ഭാര്യയല്ലേ, അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. ഞാനിപ്പോഴും അവരുടെ മുന്നിൽ ആ പഴയ സെയിൽസ് ഗേൾ മാത്രമാവും. അതുമല്ല, പുറത്താരും അറിഞ്ഞില്ല എങ്കിലും അഭിയേട്ടൻ്റെ മുഖത്തടിച്ചത് ഓർക്കാൻ പോലും ഇപ്പോൾ ഇഷ്ടമല്ല. ആ അടി ഓർമ്മിപ്പിക്കല്ല പൊന്നേ. എൻ്റെ പല്ല് പോവാതിരുന്നത് എൻ്റെ ഭാഗ്യം. സോറി അഭിയേട്ട, ആ ഒരു ആവേശത്തിൽ സോറി. നിനക്കൊരു കുറ്റബോധം തോന്നുന്നില്ലേ ലച്ചു? ചെറുതായി. ലാലേട്ടൻ പറഞ്ഞ പോലെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. എന്താ അഭിയേട്ട ഈ പറയുന്നത്? അതെ, ഈ സഞ്ജുവിൻ്റെ ഒപ്പം നടന്നിപ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മൂവി ഡയലോഗ് കയറി വരും. അത് വിട്. നീ അടിച്ച അതേ കവിള് അതേ ഞാൻ തന്നോളാം. എന്ത് അടിയോ? തൻ്റെ നേരെ കൊണ്ടുവന്ന അഭിയുടെ മുഖം നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. അല്ല, ഉമ്മ. അടിയുടെ പകരം ഒരു ഉമ്മ. എന്തിന്? കുറ്റബോധം കൊണ്ട് നേറുന്ന നിന്റെ മനസ്സിൻ്റെ നീറ്റിൽ എനിക്ക് കാണാം. നീറ്റി പോവാൻ നോക്ക്. ഹോസ്പിറ്റൽ വെച്ച് എനിക്ക് തന്നത് ഞാൻ മറന്നിട്ടില്ല. ഒരു നിമിഷം തല പെരുത്തിരുന്നു. അത് നിന്റെ നാക്ക് ചോദിച്ചു വാങ്ങിയതാ. ഒരു രാഹുൽ ഹോസ്പിറ്റലായിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു ലച്ചു, ഇങ്ങനെ കൊടുത്തും കൊണ്ടും തീരാനുള്ളതാണ് നമ്മുടെ ജീവിതം. അഭിയേട്ട, ഇപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്താ? ഞാൻ അമ്മുവിന് കോഫി കൊടുത്തില്ല. ഇപ്പോൾ വരാം. അഭിയേട്ടന് കോഫി വേണോ? ആ വേണം. അതിലിത്തിരി വിഷം കൂടി കലക്കിത്താ. ഇതിലും ഭേദം അതാണ്. ഇതിനൊക്കെ ഏത് സമയത്ത് റൊമാൻസ് എത്തി നോക്കാതെ തീരും എൻ്റെ ജീവിതം.
അത് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്ത് അബി ബെഡിലിരുന്നു. അബിയേട്ടാ. ബാൽക്കണി പുറത്തേക്ക് നോക്കി നിന്ന് അബിയുടെ പുറകിലൂടെ ചുറ്റി വരിഞ്ഞ് ലക്ഷ്മി സ്നേഹത്തിൽ വിളിച്ചു. അബിയേട്ടാ, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ തിരിഞ്ഞു നോക്കാത്തത്? എൻ്റെ ലച്ചു, നീ എന്നെ അഭിറാം എന്ന് വിളിച്ചാൽ മതി. അതെന്താ അബിയേട്ടാ? അവനിൽ നിന്ന് പിണങ്ങി അടർന്നു മാറി ലക്ഷ്മി ചോദിച്ചു. വേറൊന്നുമല്ല, നിന്റെ അബിയേട്ട എന്ന വിളിയിൽ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പ്ലിങ് ആവാനാണ് എൻ്റെ യോഗം. അത് അബിയേട്ട, ഞാൻ ഒരു അബിയേട്ടൻ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് എൻ്റെ നിൽപ്പ്. എനിക്കിന്ന് ഒന്നറിയണം. എന്താ നിന്റെ തീരുമാനം? എൻ്റെ ലൈഫിൽ റൊമാൻസ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? അത് വരും, വരാതിരിക്കില്ല. നീ എന്താ കാലാവസ്ഥ പ്രവചിക്കുന്നു? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയും പോലെ. അബിയേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വെച്ച് എൻ്റെ തലയിൽ കയറുന്നു. ദേ മനുഷ്യ, മര്യാദയാണെങ്കിൽ അത് തിരിച്ചും കാണിക്കും, അല്ലേലുണ്ടല്ലോ. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി ലക്ഷ്മി ബെഡിലിരുന്നു.